ഈ യാത്രയിൽ നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചൂടത്തും വെയിലത്തും അങ്ങനെ വലുതായിട്ട് യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ കുട്ടനാടൊക്കെ എത്തിയപ്പോൾ തന്നെ ഞാൻ വല്ലാണ്ട് തളർന്നു. അപ്പോൾ ഈ ഹൈവേസ് ഇങ്ങനെ കവർ ചെയ്ത് പോയപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് കൊണ്ടുപോയ വഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഞാൻ സത്യം പറഞ്ഞാൽ ഹൈവേസ് മാത്രം പിടിച്ച് പോകണമെന്ന് ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സ്റ്റേറ്റ് ഹൈവേസിലേക്ക് എന്നെ ഡൈവേർട്ട് ചെയ്യുകയുണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും മോശം റോഡുകളും ഏറ്റവും മോശം ബസ്സുകളും ഏറ്റവും മോശം ട്രക്കുകളൊക്കെ കാണാൻ കഴിയുന്നൊരു സ്ഥലമാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് യാത്ര അത്ര സ്പീഡാകാൻ കഴിഞ്ഞില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡൊക്കെ ഈ പറയുന്ന ഒരു ഫോഗ് കാരണം നമുക്ക് ഭയങ്കര ബ്ലൈൻഡ് ആയിരിക്കും. അപ്പോൾ അവിടെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ ഏജൻറ്റുമാരുണ്ട്. ആ ഏജൻറ്റുമാർ നമ്മൾ സ്വാഭാവികമായിട്ടും പറ്റിക്കപ്പെടുന്നതാണ് നല്ലൊരു ശതമാനം ബൈക്കേഴ്സും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഹായ്, എൻ്റെ പേര് മുഷ്താഖ് സുൽഫി. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ആദിക്കാട്ടുളങ്കര സ്വദേശിയാണ്. ഞാൻ ഈ അടുത്തിടെ ഒരു 3 രാജ്യങ്ങളിലൂടെ ഒരു 11,000 കിലോമീറ്റർ ഒരു മോട്ടോർ സൈക്കിൾ യാത്ര നടത്തിയിരുന്നു. ആ യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഏകദേശം കഴിഞ്ഞൊരു 11 വർഷക്കാലമായിട്ട് യാത്രകൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ സൈക്കിൾ യാത്രകൾ നടത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ്. അതുപോലെ തന്നെ ബൈക്കിലും കാറിലും ഒക്കെ ആയിട്ട് ഒരുപാട് യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ. 2020 എൻ്റെ സൈക്കിൾ യാത്ര, അതായത് 2019 കാലഘട്ടത്തിലാണ് എൻ്റെ സൈക്കിൾ യാത്ര കംപ്ലീറ്റ് ചെയ്യുന്നത്. 18 സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 1 വർഷത്തോളം നീണ്ടുനിന്നൊരു യാത്രയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ കൊറോണ കാരണമായിട്ട് യാത്രകളൊക്കെ നിർത്തുകയും പിന്നീടൊരു യാത്രകളിലൊരു ലോങ് ബ്രേക്ക്, അതായത് അഡ്വഞ്ചറസ് യാത്ര, കാറിലൊക്കെ കൂട്ടുകാരൊക്കെ ഒത്ത് ഒരുപാട് മണാലി അതുപോലുള്ള യാത്രകളൊക്കെ നമ്മൾ ഇതിനിടയ്ക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ലോങ് അഡ്വഞ്ചറസ് ജേർണി എനിക്ക് 2021 ആ ഒരു കാലഘട്ടത്തിന് ശേഷം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു റോയൽ എൻഫീൽഡിൻ്റെ ഒരു മോട്ടോർ സൈക്കിൾ, ഒരു പുതിയ യാത്രയ്ക്ക് പറ്റുന്ന ഒരു ക്രൂയിസർ മോട്ടോർ സൈക്കിൾ എടുക്കുന്നത്. ഒരു സൂപ്പർ മെറ്റിയോർ എന്ന് പറഞ്ഞൊരു പുതിയൊരു മോഡലാണ്. 650cc ലോങ് ടൂറിങ്ങിനൊക്കെ പറ്റുന്നൊരു ബൈക്കാണ്. അപ്പോൾ ബൈക്കിനോടൊപ്പം തന്നെ ഞാൻ അതിനാവശ്യമായിട്ടുള്ള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് സേഫ്റ്റി ഗിയേഴ്സ്, പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ്, അതുപോലെ തന്നെ ജാക്കറ്റുകൾ, റൈഡിംഗ് ഗ്ലൗസ്, സേഫ്റ്റി ബൂട്ട്സ് ഇതൊക്കെ വാങ്ങി നമ്മുടെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഇതിൽ ഞാൻ ഈ യാത്ര നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഏകദേശം ഒരു 4 വർഷമായിട്ട് ഞാൻ ബൈക്ക് അല്ലെങ്കിൽ സൈക്കിൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ ഈ ചൂടത്തും വെയിലത്തും അങ്ങനെ വലുതായിട്ട് യാത്ര ചെയ്തിട്ടില്ല. മിക്കവാറും കാറിലുള്ള യാത്ര, അതല്ലെങ്കിൽ ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ ആയിട്ടുള്ള യാത്രയാണ് കൂടുതൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്കൊരു 12 മണിക്കൊക്കെയാണ് ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് യാത്ര ആരംഭിച്ച് അതുപോലെ കുട്ടനാട് ഏകദേശം എത്തിയപ്പോൾ തന്നെ ഞാൻ തളർന്ന് വല്ലാണ്ടായി. കാരണം ഓൾറെഡി കുറേ കാലമായി ബൈക്ക് യാത്ര നടത്തിയിട്ട് അതിനോടൊപ്പം തന്നെ ഈ പ്രൊട്ടക്റ്റീവ് ജാക്കറ്റ്സും സേഫ്റ്റി ഗിയേഴ്സൊക്കെ നല്ല വെയിറ്റുള്ള സാധനമാണ്, അതുപോലെ തന്നെ ചൂടും. അപ്പോൾ കുട്ടനാടൊക്കെ എത്തിയപ്പോൾ തന്നെ ഞാൻ വല്ലാണ്ട് തളർന്ന് പിന്നെയും അങ്ങനെ റെസ്റ്റ് എടുത്ത ഒരു വിധത്തിൽ ഞാൻ പാലക്കാട് എത്തി. പാലക്കാട് എൻ്റെ വൈഫ് ഹൗസ് ഉണ്ട്, അവിടെ ഞാൻ സ്റ്റേ ചെയ്തിട്ട് പിന്നെ അടുത്ത ദിവസം നമ്മൾ പിന്നെയും 2ാം ദിവസം യാത്ര ചെയ്യുമ്പോൾ ഇതേ അവസ്ഥയാണ്. ഏകദേശം ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ബോധം കെട്ടുന്ന അവസ്ഥയിൽ നമ്മൾ എവിടെയെങ്കിലും പോയി ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഒരു ബൈക്ക് അതല്ലെങ്കിൽ സൈക്കിൾ അല്ലെങ്കിൽ ഒരു 2 വീലർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചൂടും കൂടെ ആയപ്പോഴത്തേക്ക് ആദ്യത്തെ 2-3 ദിവസം ഏകദേശം തെലങ്കാന വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. ഏകദേശം 22-ാം തീയതി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണം ആസാമിൽ അബിബുഡിയെ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് ഓൾറെഡി ക്ഷണിച്ചതാണ്. അപ്പോൾ ഞാനത് പറ്റുമെങ്കിൽ എത്തിച്ചേരാം എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷമാണ് യാത്രയിലേക്ക് ഞാൻ കടക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഈ സുഹൃത്തിൻ്റെ വിവാഹം ഞാൻ ഓൾറെഡി മിസ് ചെയ്തിരുന്നു, അതായത് എൻ്റെ മനസ്സിൽ നിന്ന് പോയിരുന്നു. അപ്പോൾ പിന്നീട് പെട്ടെന്ന് യാത്ര ആരംഭിച്ചപ്പോഴാണ് അപ്പോൾ എൻ്റെ സുഹൃത്ത് വീണ്ടും കോൺടാക്ട് ചെയ്യും. അപ്പം അങ്ങനെയാണ് ഞാൻ ആസാം വഴി ഈ പറയുന്ന ഭൂട്ടാനിലേക്ക് കടക്കാമെന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള ദിബങ്കർ സാഹ എന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ പേര്. അദ്ദേഹം ആസാമിൽ അബിബുരിയിലൊരു ബിസിനസ്സുകാരനാണ്. ഈ ട്രാൻസ്ഫോമറൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ ഓണറാണ്. അപ്പം അദ്ദേഹം എന്നെ വിളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ റൂട്ട് പിടിച്ച് നേരെ ആസാം വഴി ഭൂട്ടാനിലേക്ക്, ഗൽപു ബോർഡർ വഴി ഭൂട്ടാനിലേക്ക് കടക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏകദേശം ഈ ആദ്യത്തെ 2-3 ദിവസം ലാഗ് കാരണം എനിക്ക് കൂടുതൽ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിയിൽ, കാരണം അവിടെ ആദ്യത്തെ നമ്മുടെ ഈ ദിവസം ഒരു 600 കിലോമീറ്റർ വെച്ച് കവർ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആദ്യത്തെ ഒരു 3-4 ദിവസം എനിക്കത് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു 600 കിലോമീറ്റർ ഞാൻ 3 ദിവസം കൊണ്ട് ഞാൻ ബാക്കിലേക്കായി. അങ്ങനെ തെലങ്കാന എത്തിയപ്പോൾ എൻ്റെ വണ്ടി ഏകദേശം 5000 കിലോമീറ്ററിൻ്റെ സെക്കൻഡ് സർവീസിൻ്റെ ടൈമായി. അപ്പോൾ എൻ്റെ ഒരു ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷോറൂം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അന്ന് തന്നെ സെയിം ഡേ തന്നെ സർവീസ് ചെയ്ത് കിട്ടുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു നമ്മൾ വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10,000 കിലോമീറ്റേഴ്സിൽ മാത്രമേ ഉള്ളൂ ഈ ഓയിൽ ചേഞ്ചും അങ്ങനെ മേജർ
മേജറായിട്ടുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ 5000 കിലോമീറ്റേഴ്സിൽ ജസ്റ്റ് ഈ പറയുന്ന പ്രൈമറി ചെക്കപ്പും ഈ പറയുന്ന ഓയിലിൻ്റെ ടോപ്പപ്പും മാത്രമേ ഉള്ളൂ ഈ പറയുന്ന സർവീസ് ഷെഡ്യൂൾ പ്രകാരം. അപ്പോൾ അങ്ങനെ ഞാനൊരു ഷോറൂം കണ്ടെത്തി, തെലങ്കാന വെച്ച് തന്നെ കണ്ടെത്തി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സർവീസ് ചെയ്യാൻ വേണ്ടി അവിടെ എത്തി. ഇതിന് ശേഷം തന്നെ വളരെ ക്വിക്കായിട്ടാണ് നമ്മളിങ്ങനെ ഒരു യാത്ര പോകുന്നൊരു ആളാണ് എന്നൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് ഒരു 1 hour പോലും നിർത്തില്ല, 45 മിനിറ്റ്സിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് അവർ പ്രോപ്പർ വാഷ് ചെയ്ത് ബാക്കി ബ്രേക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അവരെനിക്ക് തന്നു. അപ്പോൾ തന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് അവിടെ റീപ്ലേസ് ചെയ്യാൻ സമയമാണ്. പക്ഷേ ആ ഷോറൂമിൽ അത് അവൈലബിൾ അല്ല. അതിൻ്റെ ഇത് കുറഞ്ഞ ബ്രേക്ക് പാഡാണ് അവിടെ ഉള്ളത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ സിന്തറ്റിക് മോഡൽ ബ്രേക്ക് പാഡാണ്, അപ്പോൾ കുറച്ചും കൂടെ കൂടിയ ബ്രേക്ക് പാഡാണ്. അപ്പോൾ ഇത് അത് അവിടെ ഇല്ലാത്തത് കൊണ്ട് ഒരു ലോക്കൽ ബ്രേക്ക് പാഡ് ഇട്ട് തന്നിട്ട് അവർ പറഞ്ഞു ഹാർഡായിട്ടുള്ള ബ്രേക്കിംഗ് ഉണ്ടാവരുത്. അപ്പോൾ അടുത്ത ഒരു സ്ഥലം എന്താ പറയുക, കുർണൂൽ ആ ഏരിയ എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഒരു സിറ്റിയുടെ പേര് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ആ ഏരിയ എത്തുമ്പോഴത്തേക്ക് ഒരു ഷോറൂമുണ്ട്, ആ ഷോറൂമിൽ ചെന്നിട്ട് ഈ പറയുന്ന ബ്രേക്ക് പാഡ് അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടുത്തെ സർവീസും കഴിഞ്ഞ് ഈ പറയുന്ന ലോക്കൽ ബ്രേക്ക് പാഡ് ഇട്ടതിന് ശേഷം അവർ പറഞ്ഞ ആ സ്ഥലത്തേക്ക് ഞാൻ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഈ പറയുന്ന മെയിൻ ബ്രേക്ക് പാഡ് റീപ്ലേസ് ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്ന് അടുത്ത യാത്ര നമ്മൾ അവിടെ നിന്ന് ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ ആകെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ആസാമിൽ എത്തിച്ചേരും, 22-ാം തീയതിക്ക് മുമ്പായിട്ട് ആസാമിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഹൈവേസ് പിടിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഈ ഹൈവേസ് ഇങ്ങനെ കവർ ചെയ്ത് പോയപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ മാപ്പിൻ്റെ സെറ്റിങ്സിൽ അവോയ്ഡ് ടോൾസ് ആൻഡ് ഹൈവേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെൻ്റെ ഡിഫോൾട്ടായിട്ട് അത് ഓണായി കിടക്കുകയായിരുന്നു ആ സെറ്റിങ്സ്. അത് കാരണം എന്നെ ഈ ഗൂഗിൾ മാപ്പ് കൊണ്ടുപോയ വഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഞാൻ സത്യം പറഞ്ഞാൽ ഹൈവേസ് മാത്രം പിടിച്ച് പോകണമെന്ന് ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സ്റ്റേറ്റ് ഹൈവേസിലേക്ക് എന്നെ ഡൈവേർട്ട് ചെയ്യുകയുണ്ടായി. അത് കാരണം നമ്മൾ ഛത്തീസ്ഗഡ്, ഒഡീസ, അതുപോലെ ജാർഖണ്ഡ് എന്നീ സ്ഥലങ്ങളിലൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടി. അപ്പോൾ ഈ ജാർഖണ്ഡ് കഴിഞ്ഞ് നമ്മൾ വെസ്റ്റ് ബംഗാൾ ഭാഗമൊക്കെ എത്താറായ സമയത്താണ് എനിക്ക് കറക്റ്റ് മനസ്സിലായത് ഇതെന്നെ കൊണ്ടുപോകുന്നത് ഈ ഡിഫോൾട്ടായിട്ട് ഓൾറെഡി അവോയ്ഡ് ഹൈവേസ് തന്നെ ടോൾസ് ഓണായി കിടക്കുകയാണെന്നുള്ളത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഓഫാക്കുകയും അതിനെ റീസെറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീടുള്ള യാത്ര അഭയപുരിയിലേക്കുള്ള യാത്ര തുടങ്ങിയത്. അപ്പോൾ അഭയപുരിയിലേക്ക് പോകുന്ന വഴി വെസ്റ്റ് ബംഗാൾ ആയിരുന്നു ഏറ്റവും എന്നെ ബുദ്ധിമുട്ടിച്ചൊരു സ്ഥലം. ഞാൻ ബൈ റോഡ് ഫസ്റ്റ് ടൈമാണ് വെസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മോശം റോഡുകളും ഏറ്റവും മോശം ബസ്സുകളും ഏറ്റവും മോശം ട്രക്കുകളൊക്കെ കാണാൻ കഴിയുന്നൊരു സ്ഥലമാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം സാധാരണ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റ് ആയിട്ടുള്ള ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ഒരു മണിക്കൂർ കൊണ്ട്, അല്ലെങ്കിൽ ഹൈവേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈവേസ് ആയിക്കോട്ടെ, അതായത് വെസ്റ്റ് ബംഗാളിലെ ഹൈവേസിൽ കവർ ചെയ്തതിനേക്കാളും കൂടുതൽ കുറഞ്ഞ സമയത്തിൽ നമുക്ക് സ്റ്റേറ്റ് ഹൈവേസ് ഈ ജാർഖണ്ഡ് പോലുള്ള സ്ഥലങ്ങളിൽ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് മോശം അവസ്ഥയാണ് ഈ വെസ്റ്റ് ബംഗാളിലെ ഈ റോഡുകൾ എന്നൊക്കെ പറയുന്നത്. വെസ്റ്റ് ബംഗാളിലെ റോഡുകളുടെ ഈ മോശാവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ കാരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒന്ന് ഈ ട്രക്കുകളുടെ അതിപ്രസരമാണ്. കാരണം ഈ ട്രാൻസ്പോർട്ടേഷൻ ട്രക്കുകൾ, എനിക്ക് തോന്നുന്നു കൽക്കരിയുമായിട്ടൊക്കെ പോകുന്ന ട്രക്കുകൾ ഒന്നിടവിടാതെ, കാരണം അടുപ്പിച്ചടുപ്പിച്ച്, കാരണം ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഇത്രയും സ്ലോ ആയിട്ട് ബൈക്ക് ഓടിക്കേണ്ടി വരുന്ന മറ്റൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ലഡാക്കിലേക്ക് പോകുന്ന വഴി വിസ്കിനാല, അതുപോലെ പാങ്, ആ ഒരു ഏരിയയിൽ മാത്രമാണ് ഇത്ര മോശമായിട്ട് നമുക്ക് ബസ്, അതും കുറച്ച് ദൂരം മാത്രം. ഇന്ത്യയിൽ നമ്മൾ കന്യാകുമാരി മുതൽ അതുപോലെ ലഡാക്ക് വരെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആകെ നമുക്ക് ഇത്ര മോശം റോഡ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന നമ്മൾ മണാലിയിലൂടെ പോകുമ്പോൾ അടൽ ടണലൊക്കെ കഴിഞ്ഞ് വിസ്കിനാല, പാങ്, ആ ഒരു ഏരിയയിലൊക്കെയാണ്. അത് നന്നാക്കി ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് ബ്രോ അവിടെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനം തന്നെയാണ്. അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവിടുത്തെ ഈ മണ്ണിടിപ്പും ഈ പറയുന്ന വെള്ളത്തിൻ്റെ വരവൊക്കെ കാരണം, മലയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളമൊക്കെ കാരണം അവിടുത്തെ റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്തിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവിടെ മാത്രം ഇന്ത്യയിൽ നമ്മൾ കന്യാകുമാരി ടു കാശ്മീർ നമ്മൾ NH-44 നമ്മളവിടെ കവർ ചെയ്ത് എടുത്തുമ്പോൾ നമുക്ക് ഇത്രയും മോശം റോഡുകൾ കാണാൻ കഴിയുള്ളൂ. ആ ഒരു സ്ട്രക്ചർ ഒരു 80 അല്ലെങ്കിൽ 100-150 കിലോമീറ്റർ. ബാക്കി എല്ലായിടവും നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. അപ്പോൾ പിന്നീട് നമ്മൾ ഈ പറയുന്ന വെസ്റ്റ് ബംഗാൾ ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഇത്രയും നല്ല റോഡ്, അതായത് ഹൈവേസ് പോലും ഈ പറയുന്ന ഈ ബോർഡറിൽ, അതായത് ലേയിലേക്ക് പാങ് അല്ലെങ്കിൽ വിസ്കിനാല റോഡിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്ന വെസ്റ്റ് ബംഗാളിലെ ഹൈവേസിനുള്ളത്. അപ്പോൾ വെസ്റ്റ് ബംഗാൾ നമ്മൾ ക്രോസ് ചെയ്ത് നമ്മൾ ആസാമിലേക്ക് എത്തി. ആസാമിൽ എൻ്റെ സുഹൃത്തിൻ്റെ വിവാഹം നമ്മളവിടെ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ വിവാഹത്തിന് തൊട്ട് മുമ്പ് സുഹൃത്തിൻ്റെ വീട്ടിലൊരു ചെറിയൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു, ഒരു ലാബർ ഡോഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ പൊതുവേ ഈ പട്ടിയോടൊക്കെ നല്ല താല്പര്യമുള്ള ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൂട്ടിലിട്ടേക്ക് പട്ടിയായിരുന്നു, അതിനെ കയറി ഇങ്ങനെ പിടിക്കുകയും അതിനെ കടിക്കുകയും ഉണ്ടായി. അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഈ ആസാമിൽ വെച്ചിട്ട് എനിക്ക് സംഭവിച്ചു. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ വിവാഹം അറ്റൻഡ് ചെയ്ത് എൻ്റെ ഡോഗ് ബൈറ്റിന് ആവശ്യമായിട്ടുള്ള വാക്സിനേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നീടാണ് നമ്മുടെ
യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് ഈ കല്യാണത്തിന് എത്തേണ്ടത് കൊണ്ട് നമ്മൾ യാത്ര കുറച്ച് സ്ലോ ആയതുകൊണ്ട് നമ്മൾ ഭയങ്കര റഷ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന നാട്ടിൽ നിന്നും ഈ അബേപുരി, അതായത് ആസാം വരെയുള്ള യാത്ര നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അതിന് കൂടുതൽ എക്സ്പ്ലോറേഷനൊന്നും നിന്നിരുന്നില്ല, കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു. പിന്നീട് അടുത്ത ഘട്ടം ആരംഭിക്കുമ്പോൾ നമ്മൾ ഇതുവരെ യാത്ര ചെയ്ത ടെറൈൻ തന്നെ ചേഞ്ച് ആവുകയാണ്. നമ്മളിപ്പോൾ നല്ല ഹൈവേസും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നമുക്ക് കാണാൻ വിസിബിൾ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹിൽ സ്റ്റേഷൻസ്, അതുപോലെ ഹിൽ സ്റ്റേഷനിലെ റോഡുകളൊക്കെയാണ് നമുക്ക് വിസിബിൾ ആകുന്നത്. അബേപുരിയിൽ നിന്നും മേഘാലയയിലേക്ക്, അതായത് അബേപുരിയിൽ നിന്നും നമ്മൾ ഗുവാഹട്ടി വഴിയാണ് ഈ പറയുന്ന മേഘാലയയിലേക്ക് നമ്മൾ പോകുന്നത്, ഷില്ലോങ്ങിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ റോഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതുവരെ നമ്മൾ ട്രാവൽ ചെയ്ത ടെറൈനേ അല്ല, ഭയങ്കര, അതായത് ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന്, അതായത് എൻ്റെ സ്വദേശമായിട്ടുള്ള ആദ്യകാട്ടിലെങ്കിലും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ നമ്മൾ അബേപുരി വരെ എത്തുന്നിടം വരെ നമുക്ക് വലിയ ടെറൈനുകളോ അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷനുകളോ അല്ലെങ്കിൽ നല്ല റോഡുകളോ ഒക്കെ കിട്ടിയിട്ടില്ല. ഏതോ ഭാഗങ്ങളിൽ ചെറുതായിട്ടൊന്നും വന്നു പോയിട്ടുണ്ട്. കൂടിപ്പോയാൽ നമുക്കൊരു 20-30 കിലോമീറ്റർ കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡുകളോ ടെറൈനുകളോ ഒന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ നമ്മൾ ഏകദേശം ഗുവാഹട്ടിയിൽ നിന്നൊരു 80 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല റോഡുകൾ, അതുപോലെ തന്നെ നല്ല വാട്ടർഫോൾസ്, അല്ലെങ്കിൽ ഈ പുഴകൾ, ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ മടുപ്പില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ നല്ല തണുപ്പും ഉണ്ടാവും. അബേപുരി വരെ അല്ലെങ്കിൽ ഗുവാഹട്ടി കഴിഞ്ഞൊരു 50 കിലോമീറ്റർ വരെ ചൂടാണെങ്കിലും അത് കഴിയുമ്പോൾ ക്ലൈമറ്റ് തന്നെ ചേഞ്ച് ആവും. അപ്പോൾ നേരെ ഞങ്ങൾ ഷില്ലോങ്ങിലെത്തി. ഷില്ലോങ്ങിൽ ഞാൻ ഷില്ലോങ്ങിൽ തന്നെ ഒരു ഹോസ്റ്റലുണ്ട്, ഷില്ലോങ് ബോയ്സ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ ഹോസ്റ്റലിൽ നമ്മൾ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് ഞാൻ ചിറാപുഞ്ചിക്ക് തിരിച്ചു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ചിറാപുഞ്ചിയിലെത്തി. ചിറാപുഞ്ചിയിൽ 1-2 സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഫേമസ് 1-2 ബ്രിഡ്ജുകളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ചിറാപുഞ്ചിയിൽ ഈ പറയുന്ന നടന്നു പോകാൻ പറ്റുന്ന സ്ഥലത്തേക്ക് ഞാൻ ട്രക്കിംഗ് ഒന്നും നമ്മൾ ചിറാപുഞ്ചി ചെയ്തിരുന്നില്ല. ആക്ച്വലി ഈ ചിറാപുഞ്ചി എത്തിക്കഴിഞ്ഞാൽ മെയിനായിട്ട് കുറേ സ്പോട്ടുകളുള്ളത് ട്രക്ക് ചെയ്ത് പോയി കാണാൻ പറ്റുന്ന സ്പോട്ടുകളാണ്. കാരണം ഞാനതിൽ ഇറങ്ങാതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിന് ഒരു ലിഗമെൻ്റ് ഇഞ്ചുറി ഒക്കെ പറ്റിയിരുന്നു. അപ്പോൾ അത് കാരണം കാലിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഈ ട്രക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന സ്പോട്ടുകളിലേക്കൊന്നും പോകാതെ വണ്ടി എത്താൻ പറ്റുന്ന സ്പോട്ടുകളിലേക്ക് മാത്രമേ ഞാൻ പോയിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്പോട്ടാണ് ഈ പറഞ്ഞ ചിറാപുഞ്ചിയിൽ നിന്നും ഒരു 20 കിലോമീറ്റർ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫേമസ് ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് എത്തി. ആ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വിൻഡോസിൻ്റെ XP-യുടെ വാൾപേപ്പറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ രീതിയിലുള്ളൊരു ബ്രിഡ്ജാണ്. അതായത് ഒരു വലിയ ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു ഹാങ് ഒക്കെ ചെയ്തിട്ടേക്കുന്നുള്ള ബ്രിഡ്ജ്. അതിനടിയിൽ ഒരു പച്ച, അതായത് ഗ്രീൻ വാട്ടറാണ്. അതായത് നല്ല രസമാണ് കാണാൻ, 2 മലകൾക്കിടയിൽ. അത് ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ അതും കണ്ട് നേരെ നമ്മൾ തിരിച്ച് ഷില്ലോങ്ങിലെത്തി സ്റ്റേ ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അബേപുരി വഴി തന്നെ ഗൽപു ബോർഡറിലൂടെ ഭൂട്ടാനിലേക്ക് കടക്കാനാണ്. അപ്പോൾ ഞാൻ ഷില്ലോങ്ങിൽ നിന്ന് വീണ്ടും തിരിച്ച് യാത്ര ചെയ്ത് 200 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് അന്ന് വൈകിട്ട് തന്നെ ഗൽപു ബോർഡറായിട്ട്, ഭൂട്ടാൻ്റെ ബോർഡറായിട്ടുള്ള ഗൽപു എന്ന് പറയുന്ന ബോർഡറുണ്ട്. അബേപുരിയിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ബോർഡറിൽ ഞാൻ ചെന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഭൂട്ടാനിലേക്ക് എൻട്രി ചെയ്യുകയാണ് ഉണ്ടായത്. ഈ ഭൂട്ടാനിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നോർമലായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, ബോർഡറിൽ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ സാധാ ആധാർ കാർഡും അതുപോലെ തന്നെ വോട്ടർ ID മാത്രം മതി. അപ്പോൾ നമ്മളത് ഈ പറയുന്ന അവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കൊടുത്ത് ഒരു പാസ് കിട്ടും. ആ പാസ്സാണ് നമ്മൾ അല്ലെങ്കിൽ കരസ്ഥമാക്കി കഴിഞ്ഞാൽ വണ്ടി നമ്പറും വെച്ച് നമുക്ക് ആ പാസ് അടിച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭൂട്ടാനിലേക്ക് ഈസി ആയിട്ട് എൻട്രി ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഭൂട്ടാനിലേക്ക് ഞാൻ എൻട്രി ചെയ്തിട്ട് നമ്മളുടെ ഇന്ത്യൻ മണി അവിടെ സ്വീകരിക്കും. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ആസ് ഇറ്റ് ഈസ് ഇന്ത്യൻ മണി അവിടെ സ്വീകരിക്കും. കറൻസി വാലുവേഷനും സെയിം തന്നെയാണ്. ഇവിടുത്തെ 1 രൂപ അവിടുത്തെയും 1 രൂപ തന്നെയാണ് ഭൂട്ടാനിൽ. അപ്പോൾ അവിടെ രാജഭരണമാണ്. അപ്പോൾ അവിടുത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ, അതിർത്തിയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മുടെ തന്നെ ഇന്ത്യൻ സോൾജേഴ്സ് തന്നെയാണ്. അതിനുവേണ്ടി ഇന്ത്യൻ പട്ടാളത്തിൻ്റെ തന്നെ സ്പെഷ്യൽ വിഭാഗം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വിങ് തന്നെയുണ്ട് ആ ഭാഗത്ത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ദിവസം അവിടെ ഈ പറഞ്ഞ ഗൽപു ടെമ്പിൾ ഉണ്ട്, ഈ ബുദ്ധന്മാരുടെ ഒരു ക്ഷേത്രമുണ്ട്, അതൊക്കെ കണ്ടു. അതിനുശേഷം അവിടെ നമുക്ക് തൊട്ടടുത്ത് തന്നെ ബോർഡറിനോടടുത്ത് തന്നെ ഞാൻ അവിടെ ഒരു ഹോട്ടലെടുത്ത് അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യാനുണ്ടായത്. അങ്ങനെ 2ാമത്തെ ദിവസം ഞാൻ ഭൂട്ടാനിലെ ഈ ഗൽപുൽ തന്നെയുള്ള ഒരു മെയിൻ ടെമ്പിൾസ് ഉണ്ട്.
അപ്പോൾ ഗൽപു ടെമ്പിൾസിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടൊരു മൗണ്ടൈൻ ടെമ്പിൾ ഉണ്ട്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് രണ്ടാമത്തെ ദിവസവും ഈ ഭൂട്ടാനിൽ തന്നെ നമ്മൾ സ്റ്റേ ചെയ്യുകയുണ്ടായി. കാരണം എനിക്ക് ചെറിയൊരു ചെറിയൊരു പനി പിടിപെട്ടിട്ടുണ്ടായിരുന്നു ഭൂട്ടാനിലേക്ക് എൻട്രി ചെയ്തതിന് ശേഷം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് അവിടെ തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്തു. ഇന്ത്യയിലേക്ക് കടക്കാൻ നിന്നില്ല, കാരണം ഇന്ത്യൻ ബോർഡറിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ ട്രാവൽ ചെയ്തതിന് ശേഷമുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ സ്റ്റേ എടുത്തിരുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ സ്റ്റേ ചെയ്ത് ഈ പറയുന്ന അസുഖങ്ങളൊക്കെ മാറിയതിന് ശേഷം വീണ്ടും നമ്മൾ ഇന്ത്യയിലേക്ക് വരികയുണ്ടായത്. ഭൂട്ടാനിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ പറയുന്ന ഗൽപു അല്ലെങ്കിൽ ഗൽപുമായിട്ട് ബന്ധപ്പെട്ട 1-2 ടെമ്പിളുകൾ മാത്രമേ നമ്മൾ വിസിറ്റ് ചെയ്തിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഭൂട്ടാനിൽ നിന്നും എക്സിറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ നേരെ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിലേക്ക് പോകാനാണ്. അപ്പോൾ നേപ്പാളിലേക്ക് പോകുന്നത് നമ്മൾ ആസാമിൽ നിന്നും പിന്നീട് നമ്മൾ ബീഹാർ, അതുപോലെ യു പിയിൽ നമ്മൾ ഗോരഖ്പൂരിനടുത്ത് സൊനോലി ബോർഡർ വഴിയാണ് നമ്മൾ ഈ പറയുന്ന നേപ്പാളിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പോകുന്ന വഴി ഗോപാൽഗഞ്ച്, അതായത് ബീഹാറിൽ ഗോപാൽഗഞ്ച് എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ സുഹൃത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയി ഒരുപാട് നാൾക്ക് ശേഷമാണ് പുള്ളിയെ കാണുന്നത്. പ്രിൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഗോപാൽഗഞ്ചിലെ ഒരു ഫേമസ് മഹാകാളി എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതാണ് ആ സുഹൃത്തിൻ്റെ ഗ്രാമവും അവിടുത്തെ ഫാമിലിയൊക്കെ. അപ്പോൾ ക്ഷേത്രവും അതിൻ്റെ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ഞാനവിടെ എത്തിയത്. അപ്പോൾ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളും അവിടുത്തെ പൂജകളും അല്ലെങ്കിൽ അവിടുത്തെ വഴിപാടുകളും അവിടുത്തെ ജനങ്ങളുടെ കൾച്ചറും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കണ്ട് ഇടപഴകി അവിടെ 1-2 ദിവസം താമസിക്കാൻ സാധിച്ചു. അപ്പോൾ ബീഹാർ ഈ പറയുന്ന ഗോപാൽഗഞ്ച് എത്തിയപ്പോഴേക്ക് അടുത്ത സർവീസിനുള്ള സമയമായി. അതായത് 10,000-ൻ്റെ സർവീസ്. 10,000-ൻ്റെ സർവീസ് എന്ന് പറയുമ്പോൾ അതാണ് മേജർ സർവീസാണ്. ആ സർവീസിലാണ് നമുക്ക് ഓയിൽ ചേഞ്ചും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഗോപാൽഗഞ്ചിൽ 1-ൽ കൂടുതൽ ദിവസം സ്റ്റേ ചെയ്യുകയുണ്ടായത്. അപ്പോൾ ഗോപാൽഗഞ്ചിൽ റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് സെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പം അവിടെ കൊടുത്ത് നമ്മൾ വണ്ടിയുടെ 10,000 കിലോമീറ്റേഴ്സിൻ്റെ മേജർ സർവീസ് ചെയ്തു. ഓയിൽ ചേഞ്ചും ബാക്കി കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നീട് നമ്മൾ അവിടെ നിന്ന് വണ്ടി സെക്കൻഡ് സർവീസും കഴിഞ്ഞ് 10,000 സർവീസും കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മൾ ഈ പറയുന്ന സൊനോലി ബോർഡർ ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ നേരെ ബീഹാറിൽ നിന്ന് നേരെ സൊനോലി ബോർഡർ, അതായത് ഗോപാൽഗഞ്ചിൽ നിന്ന് ഏകദേശം 180-200 കിലോമീറ്ററിനടുത്ത് ഉണ്ടാവുള്ളൂ ഈ പറഞ്ഞ യു പിയിലെ സൊനോലി ബോർഡർ. അപ്പോൾ ആ ദിവസം ഞാൻ ഏർലി മോർണിംഗ് ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് യാത്ര എത്ര സ്പീഡാകാൻ കഴിഞ്ഞില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ ഫോഗായിരുന്നു രാവിലെ. ഏകദേശം ഒരു 10 മണി വരെ നമുക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ റോഡൊക്കെ ഈ പറയുന്ന ഒരു ഫോഗ് കാരണം നമുക്ക് ഭയങ്കര ബ്ലൈൻഡ് ആയിരിക്കും, വിസിബിലിറ്റി ഭയങ്കര കുറവായിരിക്കും ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഞാൻ 8 മണിക്ക് അവിടെ ഇറങ്ങിയെങ്കിൽ പോലും 10 മണിയായിട്ട് കൂടി ഞാൻ ഏകദേശം ഒരു 50 കിലോമീറ്റർ താഴെ കവർ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. കാരണം അത്രയ്ക്കും നമുക്ക് പതിയെ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. വിസിബിലിറ്റി ഭയങ്കര കുറവായിരുന്നു ആ മേഖലകളിൽ. അതിന് പ്രധാനപ്പെട്ട 2 കാരണമാണ്. ഒന്ന്, ഈ പറയുന്ന ഈ കൃഷി കഴിഞ്ഞിട്ടുള്ള ഈ പറയുന്ന ഈ വേസ്റ്റൊക്കെ ഇല്ലേ, ഈ കച്ചി എന്നൊക്കെ പറയുന്ന നമ്മൾ പറയുന്ന നാട്ടിൽ പറയുന്ന സാധനം, ഇതൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചതിൻ്റെ പുക ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. എസ്പെഷ്യലി ഏർലി മോർണിംഗ് തണുപ്പുള്ള സമയം കൂടെ ആകുമ്പോഴത്തേക്ക് ഇത് കാരണം നമുക്ക് റോഡിൽ ഒരു സാധനവും കാണാൻ കഴിയില്ല. അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് 10 മണി ആയാൽ കൂടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് പോയി ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം വിസിബിലിറ്റി ഒക്കെ പ്രോപ്പർ ആയതിനു ശേഷമാണ് പിന്നീട് നമ്മൾ സൊനോലി ബോർഡറിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഏകദേശം വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി ഞാൻ സൊനോലി ബോർഡർ ക്രോസ് ചെയ്തു. അവിടെയും ഈ പറയുന്ന ഭൂട്ടാനിലെ പോലെ തന്നെയാണ്, വലിയ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. നമുക്ക് സാധാരണ നമ്മുടെ ഐഡിയും പാൻ കാർഡോ ആധാർ കാർഡോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടേക്ക് കയറാൻ പറ്റും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ഞാൻ ഇതിന് മുമ്പും നമ്മൾ നേപ്പാളിൽ പോയിട്ടുണ്ട്, പക്ഷേ മോട്ടോർ ബൈക്കുമായിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ അവിടെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഈ വണ്ടിയുടെ ഈ പറയുന്ന പാസ് ഉണ്ട്, ഇത് കിട്ടുന്നതിൻ്റെ അവിടെ കുറേ ഏജൻറ്റുമാരുണ്ട്. ആ ഏജൻറ്റുമാർ നമ്മൾ സ്വാഭാവികമായിട്ടും അയാൾ പറ്റിക്കപ്പെടുന്നതാണ് നല്ലൊരു ശതമാനം ബൈക്കേഴ്സും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. സാധാരണഗതിയിൽ നേപ്പാൾ ഇമിഗ്രേഷൻ ഓഫീസ് അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവരുടെ ഒരു ഏറ്റവും വലിയ ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ സാറെന്ന് വിളിച്ചിട്ട് വരും. കാരണം വെച്ചാൽ നമ്മുടെ ഈ ലഗേജൊക്കെ സ്കാൻ ചെയ്യണമല്ലോ. അതിപ്പോൾ നേപ്പാളിലായാലും ഭൂട്ടാൻ ബോർഡറിലായാലും നമ്മുടെ ലഗേജൊക്കെ സ്കാൻ ചെയ്ത് ഒരു എയർപോർട്ട് സെക്യൂരിറ്റിയിലൂടെ കടന്നു പോകുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ ബോർഡറിലൂടെ അടുത്ത ബോർഡറിലേക്ക് കടക്കുന്നത്, അടുത്ത രാജ്യത്തേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ലഗേജൊക്കെ വന്ന് എടുക്കുകയൊക്കെ ചെയ്യും. കാരണം ഇത് ഓൾറെഡി നമുക്കറിയാം, കാരണം കഴിഞ്ഞ ഇത്രയും വർഷത്തെ യാത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്കറിയാം ഇവർ നമ്മളെ പറ്റിക്കാനാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ എങ്കിൽ പോലും ഞാൻ ഓൾറെഡി ടയേർഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലഗേജൊക്കെ എടുക്കാൻ സമ്മതിച്ചു. 100 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇമിഗ്രേഷൻ്റെ സമയത്തൊക്കെ നമ്മുടെ ഈ ബാഗേജ് സ്കാൻ ചെയ്യാനും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ഇവർ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തതിന് ശേഷം നോർമൽ കേസിൽ നമുക്ക് ഇൻ്റർനെറ്റിൽ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് നമുക്കറിയാം ഒരു ദിവസം ഏകദേശം 300 രൂപ, അതായത് 300 ഇന്ത്യൻ രൂപയ്ക്ക് അടുത്താണ് ഒരു ദിവസം ഒരു വണ്ടിയായിട്ട് നമ്മൾ പോകുന്നതിൻ്റെ തുക. അപ്പോൾ ഇവരത് കണക്ക് കൂട്ടി അതിലും കൂടി 3000-4000 ഒക്കെ ആക്കി പറയുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ടായി. അതൊക്കെ ഓൾറെഡി നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അത് ടാക്കിൾ ചെയ്ത് നമുക്ക് നോർമൽ കേസിലുള്ള പണം അടച്ച് തന്നെ 1600 രൂപയ്ക്ക് താഴെ അടച്ച് തന്നെ നമുക്ക് എൻട്രി കിട്ടി 5 ദിവസത്തേക്ക്. അപ്പോൾ അതിനുശേഷം ഞാൻ ആ സെയിം ഡേ തന്നെ നമ്മൾ പോഖറയ്ക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞാനവിടെ ഡിലേ ആക്കിയിട്ടില്ല. ഏകദേശം 5 മണിയോടുകൂടി ഞാൻ ഈ പറയുന്ന ബോർഡറിലുള്ള പാസും ഈ പറയുന്ന ബാക്കിയുള്ള ഫോർമാലിറ്റീസൊക്കെ കഴിച്ച് ഞാൻ സൊനോലി ബോർഡറിൽ നിന്നും പോഖറയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അപ്പോൾ പോഖറയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം കിട്ടിയൊരു സ്റ്റേയിൽ നമ്മൾ ഹോട്ടലിൽ റൂം എടുത്ത് അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യുകയുണ്ടായി. അപ്പോൾ രാത്രി ആയതുകൊണ്ട് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയിലൂടെയാണ് നമ്മൾ ഈ പോഖറയിലേക്ക്, അതായത് നേപ്പാളിലെ ഈ പറയുന്ന സൊനോലിയിൽ നിന്നും നമ്മൾ പോഖറയിലേക്ക് യാത്ര ചെയ്യുന്നത് ഭയങ്കര രസമുള്ള വഴിയാണ്. പക്ഷെ നമുക്കത് രാത്രിയുടെ ഇരുട്ടായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ ഏകദേശം രാത്രി ഒരു 11 മണിയുടെ റൈഡ് ചെയ്ത് ഒരു ഹോട്ടലിൽ സ്റ്റേ എടുക്കുകയുണ്ടായി.